നമ്മൾ കഴിഞ്ഞ രാത്രി ഈ ആടിനെ പിടിച്ച സ്ഥലം നമ്മൾ സന്ദർശിക്കുകയുണ്ടായി. ഡോക്ടറും സംഘവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പ്രത്യേക ആനിമലിൻ്റെ സഞ്ചാരമെന്ന് പറയുന്നത് രാത്രി കാലങ്ങളിലാണ്. അതായത് നമ്മൾ കഴിഞ്ഞ 7-ാം തീയതി നോക്കിയാലും 9-ാം തീയതിത്തെ ഇൻസിഡൻറ്റ് നോക്കിയാലും തലേ ദിവസത്തെ രാത്രിയത്തെ ഇൻസിഡൻറ്റ് നോക്കിയാലും അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇതിൻ്റെ ഒരു സഞ്ചാരം മനസ്സിലാവുന്നത്. പകൽ സമയത്ത് ഇതിനെ കണ്ടു കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഡോക്ടർ അരുൺ സക്കറിയുടെയും സംഘത്തിൻ്റെയും വിദഗ്ധ ഉപദേശപ്രകാരം നമ്മൾ കഴിഞ്ഞ രാത്രി പിടിച്ച ഭാഗത്ത് കൂട് മാറ്റി സ്ഥാപിക്കുകയും അത് കൊന്നിട്ട ഇരയെ തന്നെ അതിൻ്റെ ആ ഒരു രക്തക്കറകൾ പല ഭാഗത്തായിട്ട് ആകർഷിക്കും വിധം നമ്മൾ നിക്ഷേപിക്കുകയും ഈ കൂട്ടിലേക്ക് ഈ കടുവയെ ആകർഷിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഈ തൂപ്രഭാഗത്തുള്ള കൂട്ടിലേക്ക് ആകർഷിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലാതെയുള്ള മാർഗങ്ങളെല്ലാം തന്നെ ഈ അടഞ്ഞ് കിടക്കുന്ന കാടുകളായതിനാൽ ദുഷ്കരമാണ്. നിലവിൽ ഈ പറയുന്ന കുങ്കിയാനെ ഉപയോഗിച്ചിട്ടുള്ള പെട്രോളിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദുഷ്കരമാണ്. പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡിലൂടെയുള്ള സഞ്ചാരം ഇന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. പരമാവധി തൊഴുത്തുകളിൽ ആടുകളുണ്ടെങ്കിൽ കഴിയുന്ന രീതിയിൽ വീട്ടിൻ്റെ ഉള്ളിൽ 1-2 ദിവസം ബന്ദോബസ്താക്കാനുള്ളൊരു ആഹ്വാനവും നമ്മൾ അപേക്ഷയായിട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു ആടിനെ ഇനി കയറി പിടിക്കാനുള്ളൊരു സാഹചര്യം നമുക്ക് ഇല്ലാതാക്കാനും നമ്മളിപ്പോൾ ഈ തൂപ്രഭാഗത്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഈ കടുവയെ ആകർഷിക്കാനും നമുക്ക് കഴിയും. ഏതായാലും നമ്മൾ പ്രത്യാശ കൈവിട്ടിട്ടില്ല. നമ്മൾ പ്രൊസീജിയർ പ്രകാരം തന്നെ ദേശീയ കടുവ പരിപാലന അതോറിറ്റി നിഷ്കർഷിക്കുന്ന പ്രൊസീജിയർ പ്രകാരം തന്നെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതങ്ങനെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇത് നമ്മുടെ വയനാട് ഡാറ്റാബേസിലുള്ള ടൈഗർ അല്ല. നമ്മൾ ഓൾ ഇന്ത്യ ഡാറ്റാബേസിൽ നോക്കി. അപ്പോൾ ഓൾ ഇന്ത്യ ഡാറ്റാബേസിലും ഈ പറയുന്ന ബന്ദിപ്പൂർ ഭാഗത്തുള്ള ഡാറ്റാബേസിലും ഇത് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരുപക്ഷെ ഇത് ക്യാമറ ട്രാപ്പിൽ പെടാതെ പോയതായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ ID വ്യക്തമാവാത്തത്. എന്നിരുന്നാലും ഇതിനെ പിടികൂടണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടരുക തന്നെ ചെയ്യും. സാറേ, പിടിച്ച മൃഗത്തിൻ്റെ കോമ്പൻസേഷൻ ഇന്ന് തന്നെ കൊടുക്കുമോ? കോമ്പൻസേഷൻ അപേക്ഷ ഡിസ്ട്രിക്റ്റ് വഴിയാണ് നൽകേണ്ടത്. നമ്മൾ അക്ഷയ പോർട്ടൽ വഴി നൽകിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കുന്നതാണ്.